ഓണക്കാലം കൊഴുപ്പിക്കാൻ തിരുവനന്തപുരം റെഡി. പുത്തരിക്കണ്ടത്തേക്ക് വന്നാൽ ഗൃഹാതുര സ്മരണകളിലേക്കും സർക്കസ് ആവേശത്തിലേക്കും ഒന്നുകൂടി പോകാം. ഞങ്ങൾ ഏകദേശം ഒരു 40 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനത്ത്. അതുകൂടാതെ ഓണാവധി ആഘോഷിക്കുവാനായി കുഞ്ഞുങ്ങളുമായി ആഘോഷിക്കുവാനായി വലിയ മാറ്റങ്ങളുമായിയാണ് സർക്കസ് ഇവിടെ എത്തിയിരിക്കുന്നത്. എത്യോപ്യൻ, ആസാം, മണിപ്പൂർ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രകടനങ്ങളാണ് ഇത്തവണത്തെ ആകർഷണം. കുട്ടികൾക്ക് വിനോദവും വിസ്മയവുമായി സർക്കസ് കൂടാരം മാറി. ആദ്യ ഷോ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ കുറച്ചുനേരം കണ്ണുകളിൽ കൗതുകമിട്ട് കാഴ്ചക്കാരിയായി. സദസ്സിൽ പിന്നെയുമുണ്ട് പ്രമുഖർ. സർക്കസ് പോലൊരു കര ഒരിക്കലും നിന്നു പോകാൻ പാടില്ല. 2 ലക്ഷം രൂപയോളം ഒരു ദിവസം ചിലവ് വരും. പക്ഷേ 50,000 രൂപയാണ് ഒരു ദിവസത്തെ കളക്ഷൻ. ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നെന്ന് എനിക്ക് അത്ഭുതമാണ്. കലാകാരന്മാർക്ക് സർക്കസിനോടുള്ള സമർപ്പണമാണ് അതിന് കാരണം. സെപ്റ്റംബർ 21 വരെ നീളുന്ന പ്രദർശനത്തിൽ ഉച്ചയ്ക്ക് 1, വൈകിട്ട് 4, രാത്രി 7 എന്നിങ്ങനെ 3 ഷോകളുണ്ടാകും. റഷ്യൻ കലാകാരന്മാരുടെ അഭ്യാസ പ്രകടനങ്ങളും 64ഓളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രകടനങ്ങളും ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.